Hey guys, welcome back to another video. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോന്റെ തംബ്നെയിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലൊക്കെ കണ്ടതുപോലെ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നമ്മുടെ ക്യാമറ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. അതായത് ആക്ഷൻ ക്യാമറ. സോ നമ്മളിന്ന് അത് നോക്കാനാണ് പോകുന്നത്. വളരെ പെട്ടെന്നിട്ടൊരു പ്ലാനാണ്. നമ്മളിന്ന് ക്യാമറ എടുക്കാൻ പോവാണ്. അപ്പോൾ സോ ഇന്നത്തെ വ്ളോഗ് പറയുന്നത് നമ്മൾ ക്യാമറ പർച്ചേസും അതുപോലെ തന്നെ ഏതാ ക്യാമറ എന്നുള്ളതൊക്കെയാണ്. സോ നമ്മുടെ കയ്യിലുള്ള ആക്ഷൻ ക്യാമറ എന്ന് പറയുന്നത് GoPro Hero 5 ആണ്. അപ്പോൾ ഇത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള ക്യാമറ GoPro Hero 5 ആണ് കേട്ടോ. അതായത് ഇതെൻ്റെ രണ്ടാമത്തെ ആക്ഷൻ ക്യാമറയാണ്. ഫസ്റ്റ് ആക്ഷൻ ക്യാമറ എന്ന് പറയുന്നത് പ്രോക്കസ് റഷ് എന്നൊരു ആക്ഷൻ ക്യാമറയാണ്. നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡാണ്. അത് ഏകദേശം ഒരു 7000 രൂപയായിരുന്നു എനിക്ക് അന്ന്. എനിക്കന്നൊരു 7000 രൂപയാണ് എനിക്ക് അന്ന് ചിലവായത് ആ ക്യാമറയ്ക്ക്. അത്യാവശ്യം ആ ഒരു പ്രൈസ് റേഞ്ചിന് അത് നല്ലൊരു ഓപ്ഷൻ കൂടി തന്നെ ആയിരുന്നു കേട്ടോ. കാരണം ഞാൻ കുറേ റിവ്യൂ ഒക്കെ നോക്കിയിട്ടൊക്കെ എടുത്ത ക്യാമറയാണ്. ബട്ട് അതിൻ്റെ ഈ റോഡിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ബൈക്കുകൾ ഫുള്ളും ഈ ലൈനിൻ്റെ അപ്പുറത്തൂടെയാണ് കേട്ടോ പോവുക. അതായത് ബൈക്കുകൾ ഫുള്ളും ഈ ലൈനിൻ്റെ അപ്പുറത്തൂടെ ആയിരിക്കും പോവുക. ഈ റോഡിൽ കൂടുതൽ ഭയങ്കര കുറച്ച് ഡേഞ്ചർ കൂടി, കാരണം സിംഗിൾ ലൈൻ റോഡാണ്. ഓപ്പോസിറ്റ് വണ്ടികൾ വരും. അപ്പോൾ നമ്മൾ എവിടെ പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ആക്ഷൻ ക്യാമറ എന്ന് പറയുന്നത് പ്രോഗ്രസ് റഷ് ആക്ഷൻ ക്യാമറ ആയിരുന്നു. 7000 രൂപയായിരുന്നു അതിൻ്റെ കോസ്റ്റ് അന്നത്തെ. അതിൻ്റെ കൂടെ ഇഷ്ടം പോലെ അക്സസറീസ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഞാനപ്പോൾ എൻ്റെ ഈ GoPro Hero 5 എടുക്കുന്ന സമയത്ത് എനിക്ക് ഇതിൻ്റെ ഒപ്പം അക്സസറീസ് ഒന്നും കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ ആ ക്യാമറയുടെ അക്സസറീസ് വെച്ചിട്ടാണ് ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പിന്നെ ഈ അപ്ഗ്രേഡ് ചെയ്യേണ്ട റീസൺ എന്താണെന്ന് വെച്ചാൽ ആ ക്യാമറയിൽ സ്റ്റെബിലൈസേഷൻ ഉണ്ടായിരുന്നില്ല. ഒരു വീഡിയോയിൽ എന്ന് പറയുന്നത് സ്റ്റെബിലൈസേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു ഷെയ്ക്കി ആയിട്ടുള്ള ഒരു ഫൂട്ടേജ് എന്ന് പറയുന്നതിൽ ആൾക്കാർക്ക് അങ്ങനെ കണ്ടിരിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. അതേസമയം സ്മൂത്ത് ഫൂട്ടേജ് ആണെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ അന്ന് എൻ്റെ കയ്യിൽ ബഡ്ജറ്റ് വളരെ കുറവായതുകൊണ്ട് ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ലേറ്റസ്റ്റ് വേർഷൻ GoProയിലേക്ക് പോയില്ല. ബേസ് വേർഷൻ GoPro ആയ ബേസല്ല, ഒരു ആ സമയത്ത് കുറച്ച് കുഴപ്പമില്ലാണ്ടിരുന്ന ടൈമിലുള്ള Hero 5 ആയിരുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങനെ എടുത്തു. അപ്പോൾ വണ്ടികൾ വരുന്ന വരവേണ്ടില്ലേ. അപ്പോൾ Hero 5 എടുത്തു. അത് GoProൻ്റെ കാര്യത്തിൽ ഇതത്രയ്ക്ക് മോശം എന്നൊന്നുമില്ല. GoPro Hero 5 അതായത് ആക്ഷൻ ക്യാമറയിലെ GoProന് അടിക്കാൻ വേറെ ക്യാമറകളില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ GoPro വരുന്ന ഒരു ഡൈനാമിക് റേഞ്ച് ഉണ്ട്. ഡൈനാമിക് റേഞ്ച് പറഞ്ഞാൽ എന്താണ് ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഫോട്ടോയിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള സ്ഥലം ഉണ്ടാവും, നല്ല ഡാർക്ക് ആയിട്ടുള്ള സ്ഥലവും കാണും. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ സ്കൈ, അതുപോലെ തന്നെ ഈ വണ്ടികളുടെ ഷാഡോ. ഓക്കെ, അപ്പോൾ നമ്മൾ ലോക്കലായിട്ടുള്ള ചെറിയ ക്യാമറകളിലൊക്കെ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഡൈനാമിക് റേഞ്ച് ഭയങ്കര മോശമായിരിക്കും. അതായത് ഇപ്പോൾ ബ്രൈറ്റ് ആയിട്ടുള്ള കാര്യം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമറ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒന്ന് ഡൗൺ ചെയ്യും. ബ്രൈറ്റ്നസ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ബ്രൈറ്റ്നസ് കുറയ്ക്കും ക്യാമറ. അങ്ങനെ കുറയ്ക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഈ ഷാഡോയിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ഷാഡോ കൂടി ചേർന്ന് ഡാർക്കാവും. ഓക്കെ, പക്ഷേ നമ്മൾ GoProയിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ രണ്ടിൻ്റെയും തമ്മിലുള്ള ബാലൻസ് തരുന്നത്. ഇപ്പോൾ നമ്മൾ ബ്രൈറ്റ് ആയിട്ടുള്ളത് കുറച്ച് ഡാർക്കും ആകും, അതുപോലെ തന്നെ ഷാഡോയിലുള്ളത് അങ്ങനെ നമുക്ക് മാക്സിമം കാണാനും പറ്റും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഡൈനാമിക് റേഞ്ച് GoPro ആണ് ബെസ്റ്റായിട്ട് നിൽക്കുന്നത്, അങ്ങനെ ഡൈനാമിക് റേഞ്ച് തരുന്നതിൽ. അതുകൊണ്ടാണ് GoProയ്ക്ക് ഇത്ര കോസ്റ്റും അതുപോലെ തന്നെ ഇത്രയേറെ ഫാൻസും ഉള്ളത്. GoProയ്ക്ക് ഉള്ളതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബെസ്റ്റായിട്ടുള്ള ഈ ഡൈനാമിക് റേഞ്ച് കൊണ്ടാണ്. ഇപ്പോൾ ലേറ്റസ്റ്റ് വേർഷൻ Hero 9 എൻ്റെ മോനെ അത് ഒന്നും എൻ്റെ കയ്യിൽ ഫണ്ടില്ല. ഫണ്ടുണ്ടെങ്കിൽ ഞാൻ എന്തായാലും 9 എടുത്തിട്ടുണ്ടാവും. കാരണം അതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഹൊറിസോൺ ലോക്ക് കൊണ്ടൊരു സംഭവമുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ ഇതില്ല നമ്മുടെ ലെവല്, ഈ ലെവല് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വണ്ടി അങ്ങോട്ടും തല എങ്ങനെയൊക്കെ ചരിച്ചാലൊക്കെ ആ ഹൊറിസോൺ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ മോട്ടോ GPയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതായത് ബൈക്ക് മാത്രം ഇങ്ങനെ ചരിഞ്ഞു പോകണോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ആ ഒരു എഫക്റ്റ് നമുക്ക് Hero 9 കിട്ടും.
ഇല്ലെങ്കിൽ നമ്മൾ ഹീറോ 5ൻ്റെ സെഷൻ കൊണ്ടൊരു ക്യാമറ ഉണ്ട്, അതെടുത്താലേ അത് കിട്ടുള്ളൂ. പക്ഷേ സെഷൻ അത്രത്തോളം ഇതല്ല, നമുക്ക് വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത്രത്തോളം ബെസ്റ്റ് അല്ല എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ അതുകൊണ്ട് സെഷൻ എടുക്കാതിരുന്നു. അപ്പോൾ ഗോപ്രോൻ്റെ അഡ്വാൻറ്റേജ് അതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ ആക്ഷൻ ക്യാമറ മേടിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ വേറെ ചെറിയ ബ്രാൻഡുകളൊന്നും നോക്കാതെ കുറച്ചൊന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് ഒരു നല്ലൊരു ക്യാമറയിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ GoPro Hero 5, അതുപോലെ തന്നെ ഹീറോൻ്റെ കുറേ ലേറ്റസ്റ്റ് ആയിട്ടുള്ള വേർഷൻസ് ഒക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അതിലേതെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുക. കാരണം അത് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. പിന്നെ ഈ സാധനം എന്ന് പറയുന്നത് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി പറയുന്നത് ബെസ്റ്റാണ് കേട്ടോ, സൂപ്പറാണ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി. GoProൻ്റെ ബിൽഡ് ക്വാളിറ്റി പറഞ്ഞാൽ അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചൊരു പൈസ ഒന്നും അധികം ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു നല്ലൊരു ക്യാമറ എടുക്കുമ്പോൾ ഒരു നല്ലൊരു ക്യാമറ എടുക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ വ്യൂവേഴ്സിനും കാണാനും ഒക്കെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും അത്. നിങ്ങൾ ചെറിയ അപ്പോൾ ഉള്ള കാര്യത്തിന് നമ്മൾ നോക്കിയിട്ട് നമ്മൾ ലോങ് ടൈം നോക്കാതെ ഇതിന് നമ്മൾ ചെറിയ ക്യാമറസ് എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടാവില്ല, നമുക്കൊരു സാറ്റിസ്ഫൈ ആവില്ല. ഇപ്പോൾ എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഹീറോ 5ൽ ഇപ്പോൾ ഉള്ളത് ബേസ് സ്റ്റെബിലൈസേഷനാണ്, അതായത് സ്റ്റെബിലൈസേഷൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്. ഓക്കെ, അപ്പോൾ എനിക്ക് ഹിൽസൊക്കെ കയറുന്ന സമയത്ത് നല്ല രീതിക്ക് ഷെയ്ക്ക് വരുന്നു. ഞാൻ അങ്ങനെ ഒരുപാട് വീഡിയോസ് വന്നിട്ട് ഞാൻ എവിടെയും പോസ്റ്റ് ചെയ്യാതെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം ഈ ഷെയ്ക്ക് കാരണം പറയാൻ ഞാൻ ഹീറോ 5 ആണ് യൂസ് ചെയ്യണത് എന്നിട്ടുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ വ്യൂവേഴ്സിന് എന്ന് പറഞ്ഞാൽ ഷെയ്ക്കായിട്ടുള്ള ഫൂട്ടേജസ് കാണാൻ അവർക്ക് ഇഷ്ടപ്പെടില്ല, അവർ വേഗം തന്നെ സ്കിപ്പ് ചെയ്തിട്ട് പോകും. ബട്ട് നിങ്ങളിപ്പോൾ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഫൂട്ടേജ് ആണെങ്കിൽ അതിലിനി വേറെ ഒരു എഡിറ്റിങ്ങിൻ്റെയോ വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല, അടിപൊളിയായിരിക്കും, കാണാനും എല്ലാം സൂപ്പറായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു നല്ലൊരു ക്യാമറയിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഗൈസ്, നമുക്ക് കുറച്ച് ഫ്യൂൽ അടിച്ചിട്ട് പോവാം. ഫ്യൂൽ ഉണ്ട്, എന്നാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്തായാലും ഫുൾ ടാങ്ക് ഫ്യൂൽ അടിച്ചിട്ട് പോവാം. It wrapped around your soul with no control. You can't breathe when you're drowning under. Hey guys, അപ്പോൾ നിങ്ങൾ കാണുന്നത് ഹീറോ 7 എന്നുള്ള ഫൂട്ടേജസ് ആണ്. അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ കമ്പാരിസൺ വീഡിയോ രണ്ടിൻ്റെയും ഞാൻ കമ്പാരിസൺ വീഡിയോ ഞാൻ നമ്മുടെ രണ്ടും ചേർത്തിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഗായ്സ്, അതുപോലെ തന്നെ ഞാൻ ഈ രണ്ട് ക്യാമറയുടെ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് പറയാം. അതായത് നമ്മളുടെ ഹീറോ 5ൽ സൂപ്പർ വ്യൂ എന്ന മോഡ് നമുക്ക് ഫുൾ HD അതുവരെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ മേളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ വ്യൂ ഇടാൻ പറ്റില്ല. സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞാൽ ഇതിലെ സൂപ്പർ വ്യൂ, ഞാൻ ഇതുവരെ ഹീറോ 5ൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത് സൂപ്പർ വ്യൂവിലാണ്. അപ്പോൾ അതിലെ സൂപ്പർ വ്യൂവും ഇതിലെ സൂപ്പർ വ്യൂവും രണ്ടും ഡിഫറൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ചുകൂടെ വൈഡ് ആംഗിളാണ്,
അതുപോലെ തന്നെ ഇതിൽ വന്നിട്ട് സ്റ്റെബിലൈസേഷൻ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ആയ സ്റ്റെബിലൈസേഷനാണ്. അതിൽ സ്റ്റെബിലൈസേഷൻ്റെ ബേസ് വെർഷനാണ് GoPro Hero 5. ഇപ്പോൾ റോഡ് നല്ലപോലെ ബമ്പുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്നറിയില്ല. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് അത് അറിയുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ Hero 7-ലാണ് നമുക്ക് ഹൈപ്പർ സ്മൂത്തിൻ്റെ സ്റ്റാർട്ടിങ്. അപ്പോൾ Hero 8-ൽ ഇതിനേക്കാളും കുറച്ച് അഡ്വാൻസ്ഡ് വെർഷനാണ്. മുത്തശ്ശന്മാരൊക്കെ നോക്കുക ഇതിനെവിടേക്കായി പോകണേണ്ട്. എനിക്ക് ഈ റൂട്ട് വലിയ ഐഡിയ ഇല്ല, ഇത് എവിടേക്കാണ് പോകേണ്ടതെന്ന് എനിക്ക്. കാരണം നമ്മൾ ഒരവിടെ റൈറ്റ് എടുക്കേണ്ടതായിരുന്നു. ഞാൻ വഴി തെറ്റി റിട്ടേൺ പോകുന്ന സമയത്ത്. അപ്പോൾ മാപ്പ് ഇട്ടപ്പോൾ മാപ്പ് ഈ റൂട്ടൊക്കെ കാണിക്കണേ. ഇത് എവിടെ പോയി എത്തും എന്നുള്ള കാര്യം എനിക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ നമ്മൾ ക്യാമറൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്, അതായത് Hero 5-ൽ സ്റ്റെബിലൈസേഷൻ ഉണ്ട്. മറ്റേ വേറെ ബ്രാൻഡുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ബെറ്ററായ സ്റ്റെബിലൈസേഷൻ Hero 5-ലുണ്ട്. ബട്ട് ഇതിലെന്ന് പറഞ്ഞാൽ Hero 5-നേക്കാളും കുറച്ചുകൂടി ഇമ്പ്രൂവ്ഡ് വെർഷനാണ് ഇതിലുള്ളത്. So that's it for today's video. So നമ്മൾ ക്യാമറ അപ്ഗ്രേഡ് ചെയ്തിരിക്കുകയാണ്. Hero 7 നമുക്കങ്ങനെ സ്റ്റെപ്പായിട്ട് അപ്ഗ്രേഡ് ചെയ്യാം. Hero 5 ആയിരുന്നു, അവിടെ നമുക്ക് 7 ആയി, നെക്സ്റ്റ് 8, 9 അങ്ങനെ പോവാം. കുറച്ചായിട്ട് പോവാം നമുക്ക്. So that's it. So നമ്മുടെ ഇനി കുറച്ച് നമുക്ക് നമ്മുടെ വീഡിയോയിൽ ഫുള്ളും Hero 7-ലായിരിക്കും. സോ കുറച്ച് സ്റ്റെബിലൈസേഷനൊക്കെ കുറച്ച് ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. സോ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഈ ലാസ്റ്റ് ഒരു ബന്ദിപ്പൂർ ട്രിപ്പൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാവരും കയറി ചെക്ക് ചെയ്യുക. സോ ആ പ്ലേലിസ്റ്റൊക്കെ കണ്ടു നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ എല്ലാം നമ്മളുടെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാം. അത്ര തന്നെ. റൈറ്റ്.